പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് നമുക്ക് നമ്മുടെ മൊബൈലിലുള്ള ഐഫോണിലുള്ള ആപ്ലിക്കേഷനുകൾ എങ്ങനെ നമുക്ക് പാസ്വേഡ് കൊടുത്ത് പ്രൊട്ടക്റ്റ് ചെയ്യാം. അതായത് ഫേസ്ബുക്കോ വാട്സപ്പോ മെസ്സഞ്ചർ പോലുള്ള നമ്മൾ പ്രൈവസി കൂടുതലായിട്ട് എടുക്കുന്ന ആപ്ലിക്കേഷനുകൾ എങ്ങനെ നമുക്ക് പാസ്വേഡ് കൊടുത്തും അതുപോലെ തന്നെ നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് കൊടുത്തുമൊക്കെ ലോക്ക് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ അറിവാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ സാധാരണ ആൻഡ്രോയിഡ് മൊബൈലിൽ ചെയ്യുന്നത് പോലെ നമുക്ക് ഇത് ചെയ്യുവാൻ സാധിക്കില്ല. അതിന് നമ്മുടെ മൊബൈൽ ജെയിൽ ബ്രേക്ക് ചെയ്യണം. എന്നാൽ ചെറിയൊരു ഈസി ആയിട്ടുള്ളൊരു മെത്തേഡിലോട് കൂടി നമുക്ക് ഇത് ചെയ്യുവാൻ സാധിക്കും. അത് വിത്തൗട്ട് ജെയിൽ ബ്രേക്കിങ്ങിൽ നമുക്ക് സാധ്യമാണ്. അത് എങ്ങനെയാണ് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നമുക്ക് ലോക്ക് ചെയ്യേണ്ട ആപ്ലിക്കേഷൻ വാട്സപ്പോ ഫേസ്ബുക്കോ മെസ്സഞ്ചറോ ഏതുമായിക്കോട്ടെ, അങ്ങനെയുള്ള ഒരു ആപ്ലിക്കേഷൻ ആദ്യം നമ്മുടെ സ്ക്രീനിൽ നിന്നും ഹൈഡ് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് വാട്സപ്പ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് എന്നുള്ളൊരു ആപ്ലിക്കേഷനാണ് ഞാൻ ഹൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഫേസ്ബുക്ക് എന്നുള്ള ആപ്ലിക്കേഷൻ നമ്മുടെ സ്ക്രീനിൽ നിന്നും ഹൈഡ് ചെയ്യണം. അതിനെ എങ്ങനെയെന്ന് ആദ്യം നമുക്ക് നോക്കാം. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഫ്രണ്ട് സ്ക്രീനിൽ ആപ്ലിക്കേഷനുകൾ മുഴുവനായിട്ട് നിറക്കുക എന്നുള്ളതാണ്. ആദ്യ പടിയായിട്ട് എല്ലാ ആപ്ലിക്കേഷനുകളും ഒരുവിധം ഈ ഫ്രണ്ട് സ്ക്രീനിലായിട്ട് കൊണ്ടുവന്ന് നിറക്കുക. ശേഷം നമുക്ക് ചെയ്യേണ്ട ആപ്ലിക്കേഷൻ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ച് അത് ഫ്രണ്ട് സ്ക്രീനിലേക്ക് കൊണ്ടുവരിക. ഫ്രണ്ട് സ്ക്രീനിൽ കൊണ്ടുവന്ന ശേഷം ഏതെങ്കിലും ഒരു നോട്ട്സിൻ്റെ മുകളിലോ മറ്റോ നിങ്ങളത് കൊണ്ടുവെക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ്റെ മുകളിലായിട്ട് കൊണ്ടുവെക്കണം. ഇപ്പോൾ ഉദാഹരണം നോട്ട്സ് എന്നുള്ളതിൻ്റെ മുകളിലായിട്ട് കൊണ്ടുവെക്കുന്ന സമയത്ത് ഇതുപോലെ സബ്ബായിട്ട് ഒരു ഓപ്ഷനിലേക്ക് പോകും. ശേഷം താഴേക്ക് വീണ്ടും സ്ക്രോൾ ചെയ്തിട്ട് ഇവിടെ നിന്നും കൈ റിമൂവ് ചെയ്യുക. അപ്പോൾ ആപ്ലിക്കേഷൻ ഹൈഡ് ആയതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ സ്ക്രീനിൽ നിന്നും ഈ ആപ്ലിക്കേഷൻ ഹൈഡ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ മൊബൈൽ റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ നമുക്ക് വീണ്ടും തിരികെ വരുന്നതാണ്. ഇനി നമുക്കിതെങ്ങനെ ലോക്ക് ചെയ്യുമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ തന്ന ലിങ്കിൽ നിന്ന് നിങ്ങൾ ആപ്ലിക്കേഷൻ ആദ്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു 4 അക്ക ഡിജിറ്റൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് പാസ്വേഡ് എന്ന രീതിയിൽ കൊടുക്കുക. അത് വീണ്ടും ആവർത്തിച്ച ശേഷം ഇപ്പോൾ നിങ്ങൾക്കിവിടെ വാട്സപ്പും ഫേസ്ബുക്കും മെസ്സഞ്ചറും കാണാൻ സാധിക്കും. ഫേസ്ബുക്ക് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെയായിട്ട് ഫേസ്ബുക്ക് ആക്സസ് ചെയ്യുവാൻ സാധിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഫേസ്ബുക്ക് ഇവിടെ ആക്സസ് ചെയ്യുവാൻ സാധിക്കും. ഇനി നമുക്ക് വാട്സപ്പാണ് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് വാട്സപ്പ് ഇതുപോലെ ചെയ്യാം. മെസ്സഞ്ചറാണ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് വീണ്ടും ഇതുപോലെ ചെയ്യാം. നിങ്ങളുടെ ടച്ച് ID നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ, ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കിനി ഫേസ്ബുക്ക് നമ്മൾ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നുകിൽ നമ്മുടെ ടച്ച് ID കൊടുക്കുക, നമ്മുടെ പാസ്വേഡ് കൊടുത്തോ ഇവിടെ നിന്നും ഓപ്പൺ ചെയ്യണം. അല്ലാതെ നമുക്ക് ഫേസ്ബുക്ക് എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ സ്ക്രീനിൽ എവിടെയായിട്ടും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് കാണാൻ സാധിക്കാത്ത രീതിയിൽ ഹൈഡ് ചെയ്യുകയും ഒപ്പം പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഷെയർ ചെയ്തത്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ വാല്യുബിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണെങ്കിൽ നിങ്ങളുടെ ഐഫോൺ സുഹൃത്തുക്കളുടേക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നന്ദി മൈ ഡിയർ ഫ്രണ്ട്സ്.